എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ക്ഷേത്രം കൊള്ളയടിക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും അവർ പുറത്ത് ശിക്ഷ കഴിയാതെ അവർക്ക് യാതൊരു വിധമായ ആനുകൂല്യവും നൽകാൻ പാടില്ല. കാരണം നാളെ അവർ ഓരോ വീട്ടിലും കയറി കൊള്ളയടിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അത് മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കാൻ. ക്ഷേത്രങ്ങളിൽ കൊള്ളയടിക്കുന്നവർക്ക് എന്തുകൊണ്ട് നാളെ വീട് കൊള്ളയടിക്കാൻ അവർക്ക് സാധിക്കത്തില്ല? അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ വോട്ട് ചെയ്യുന്നത് കൊള്ളക്കാർക്ക് വോട്ട് ചെയ്താൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമായി തീരും. ഇത് മനസ്സിലാക്കി നമ്മൾ വോട്ട് ചെയ്യുക. നമ്മുടെ അവകാശങ്ങളും നമ്മുടെ സംസ്കാരത്തെയും സംരക്ഷിക്കുക. ഇതൊരാൾക്ക് മാത്രം പറ്റുന്നതല്ല. ഇത് ഇന്ന് ലോക ചരിത്രത്തിൽ നടക്കാത്തൊരു സംഭവമാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. അതിൻ്റെ തീക്ഷ്ണത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുക, നമ്മൾ പ്രവർത്തിക്കുക. അല്ലെങ്കിൽ അത് വലിയ അപകടകരമായ ഒരവസ്ഥയാണ്. ഈ ആലിബാബയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? കൊള്ളക്കാർ അവർ പോലും ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുക, എല്ലാവരും അറിഞ്ഞ് പ്രവർത്തിക്കുക, വോട്ട് വേണ്ട വിധം വിനിയോഗിക്കുക. എല്ലാവർക്കും